ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ സ്നേഹിച്ചിരുന്നോ എന്നുള്ളതാണ്. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്താണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ച് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അവരെങ്ങനെയാണ്, അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നോ, ഇപ്പോഴും ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയാലും നിങ്ങൾക്കത് അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളായിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുന്നതിന്, അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി വരുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോഴുള്ളവരുടെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അവയർനെസ് ആണ് നമ്പർ 1 കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ്, ഡെത്ത് കാർഡ്, ദ ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, King of Pentacles, Queen of Pentacles, മൊത്തത്തിൽ പെൻറ്റക്കിൾസ് ആയി, 2 of Pentacles, the World, Six of Cups, and the last 7 of Pentacles. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് 3 of Wands, 2 of Wands, Knight of Cups. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അത്ര ഫ്ലറിഷ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബന്ധം നിലനിന്നിരുന്നൊരു സമയത്ത് പരസ്പരം അത്രത്തോളം ഒരു വിശ്വാസം, സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ആ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ എപ്പോഴും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യത്തിനും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺസ്, നിങ്ങളും നിങ്ങളുടെ ഒരു പേഴ്സൺ, നിങ്ങളുടെ എനർജീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. നിലവിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണുള്ളത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ബന്ധം എങ്ങനെയുള്ള, ഏതൊക്കെ തരത്തിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏജിലുള്ളവരാണെന്നുണ്ടെങ്കിലും
അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പരസ്പരം വിശ്വസിച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനൊരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു പീരീഡിലാണെന്ന് പറയാം. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു രണ്ട് ഘട്ടങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ആ നന്നായിട്ട് സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടവും പിന്നീട് ഇപ്പോഴുള്ളൊരു സമയവും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ടുപേരും പരസ്പരം എന്താ പറയുന്ന തീർത്തും അന്യരായിട്ടുള്ള രണ്ട് വ്യക്തികളെ പോലെയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക, നിങ്ങളുടെ പേഴ്സൺ നമ്മളിവിടെ അവർ സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം സ്നേഹം നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിയെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഇവരെ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എനർജിയാണ്. കാരണം നിങ്ങൾക്ക് അപ്പോൾ വിശ്വാസം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ളൊരു സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങൾ ഇവരെ കുറിച്ച് ധരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവും. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇപ്പൊ ബ്രേക്കായി പോയിട്ടുണ്ട്. നിങ്ങൾ സത്യാവസ്ഥ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ കാണിച്ചിരുന്ന പല കാര്യങ്ങളും നാട്യങ്ങളായിരുന്നു, എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് തന്നെ നമുക്ക് അറിയാം. ഇപ്പൊ 50% സത്യമാണെങ്കിൽ ബാക്കി 50% ഫേക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്തു, ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ അത്രത്തോളം അന്നും നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അവരുടേതായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ്. അതായത് അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി, അവരുടെ ലൈഫ്, എല്ലാത്തിനും സ്വന്തം കാര്യങ്ങൾക്കാണ് ഈ ഒരു വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളോട് റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ഏറ്റവും എന്താ പറയാ ഒരു ഏജലായിട്ടിരിക്കുന്നത് നിങ്ങളാണ്, അവരവരുടെ കാര്യങ്ങൾ പോലും ചിന്തിക്കുന്നില്ല, നിങ്ങളാണ് സുപ്പീരിയർ എന്നുള്ള രീതിയിൽ അവർ അന്ന് പെരുമാറി കാണും. കാരണം ആ ഒരു മെജീഷ്യൻ എനർജി പോലെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ആ ഒരു മാനിപ്പുലേറ്റീവ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം കാണാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു പടിയും കൂടി കൂടുതൽ അവർ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കാലം കൊണ്ട് നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ കാണിച്ചതിൽ പലതും ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇവർ പൂർണ്ണമായിട്ടും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ നിങ്ങളോട് അത്ര എന്താ പറയാ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് പറയാനും നമുക്ക് കഴിയില്ല. ഇവിടെ ആ ഒരു എനർജി പാസ്റ്റിലുള്ളതെന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്ത് നിങ്ങളെ തോന്നിപ്പിച്ചിരുന്നു, നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അത്രയും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡാണ്, ആ ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഓറിയന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു മുഖ്യധാര അല്ലെങ്കിൽ അവരുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതിന് ഇവിടെ കൂടുതലും ആ ഒരു പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മണി മൈൻഡഡ് ആയിട്ട് അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഇപ്പൊ നിലവിലുള്ള സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ഇവർ തീർച്ചയായിട്ടും അവരുടെ കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ഒരു സ്ട്രഗിൾ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപിൽ ആ ഒരു കാര്യത്തിന് മുൻപിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഡെത്തിന് ശേഷമുള്ള ആ ഒരു റീബർത്തിനായിട്ട് അവർക്ക് ഇപ്പൊ ചിന്തിക്കാനുള്ളൊരു സമയം ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഈ ഒരു 2 ഓഫ് പെന്റക്കിൾസിന് ശേഷം വന്നിരിക്കുന്നത് ആ വേൾഡ് കാർഡാണ്. ആ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ എൻഡ് ചെയ്യാണ്. ഇവിടെ നിങ്ങളുമായിട്ട് ആ ഒരു അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്ന ആ ഒരു പീരീഡ് അത് എൻഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു പീരീഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താമസിയാതെ ആ ഒരു പീരീഡും ഇവിടെ എൻഡായി തീരും എന്നുള്ളതാണ്. ഇപ്പൊ അവർ കൂടുതലായിട്ടും നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നത് കുറവായിരിക്കാം, പക്ഷെ അവരിപ്പോ നന്നായിട്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾക്കാണ് അവരിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ അത് വീണ്ടെടുക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ഈ ഒരു 2 ഓഫ് വോൺസ് 3 ഓഫ് വോൺസ് ഒക്കെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു സ്ട്രഗിൾ അവർ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്കറിയാം ഈ ഒരു 3യും 2യ്ക്കും ശേഷമാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. അതായത് ഇതെല്ലാം നടന്നതിന് ശേഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഇപ്പൊ നിങ്ങൾ താഴെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കാം.
അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ചിലപ്പോൾ നിങ്ങളിത് കണ്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നത് അവർ അത്രയും ഇഷ്ടമാണ്, സ്നേഹമാണ്, 24 hours നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് കേൾക്കാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എപ്പോഴും നമ്മൾ ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്പ്രെഡിൽ വരുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഷുഗർ കോട്ടിങ് ചെയ്ത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചിലവരൊക്കെ അത് വന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അവരുടെ ആ ഒരു ഈ ഒരു നമ്മൾ എന്താ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവർ ഓർക്കുന്നില്ലല്ലോ, എന്താ അവർ ഓർക്കാത്ത, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് വരുന്ന എനർജീസല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ ഓർക്കാതിരിക്കുമ്പോൾ അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, ഓർക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ചങ്ക് പറിച്ച് തരാൻ വേണ്ടി അവർ നിൽക്കുന്നതല്ല. അപ്പൊ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് അവരുള്ളിൽ തുറന്ന് സ്നേഹിക്കുന്ന റീഡിങ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അത് വരുമ്പോഴും ഞാൻ അത് പറയാറുണ്ട്. അത് പറയുമ്പോഴാണ് എനിക്കും കൂടുതൽ സന്തോഷം. പക്ഷേ ഇല്ലാന്നാണെങ്കിൽ അതും പറയണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പേഴ്സൺ ഇപ്പോൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു ലൈഫിനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ്, അവരുടെ ഒരു സക്സസ്. അവർ ചില കാര്യങ്ങൾ പ്ലാനും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ചില പുതിയ കാര്യങ്ങൾ, ന്യൂ ബിഗിനിങ്സ് പല രീതിയിൽ അവരുടെ ലൈഫിലേക്ക് വന്നേക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. അപ്പോൾ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം തുടങ്ങിക്കാണും, അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് അവർ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ആ തുടക്കം എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, അവർക്ക് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങളും കൂടി വരുമ്പോൾ അവർ ബാലൻസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുകയാണ്. അപ്പൊ അവരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ അവരുടെ ഒരു നിലനിൽപ്പ്, അവരെവിടെയാണുള്ളത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു നിലനിൽപ്പാണ് അവർക്ക് പ്രധാനം. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ തന്നെ ഇവർക്ക് സെൽഫായിട്ട് തീരുമാനം എടുക്കാനുള്ള ആ ഒരു വില്ല് ഇവർക്കുണ്ട്. കാരണം ഇവിടെ ഈ ഒരു അവയർനെസ് എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവര് ഇപ്പോ തീർച്ചയായിട്ടും ആ ഒരു പവർ അവരുടേതായ കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം, അല്ലെങ്കിൽ ഇത് വീണ്ടും റീയൂണിയൻ ആവണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ് അവരിപ്പോ അവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അതിലാണ് അവർ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അവരുടെ ഇപ്പോൾ നിങ്ങൾ ഏതൊരു പീരീഡിലൂടെ ആണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിഷമത്തിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ഈ ഒരു പേഴ്സൺ ഹേർട്ട് ചെയ്ത് കാരണം അത്രത്തോളം തകർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉടനെ തന്നെ ഈ ഒരു പീരീഡും എൻഡ് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഗോൾഡ് കാർഡ് പറയുന്നത്. നമ്മളുടെ ആ ഒരു ജേർണി തുടങ്ങി ലാസ്റ്റ് കംപ്ലീഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു പാതയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ സൈക്കിളും തീർച്ചയായിട്ടും എൻഡ് ആവും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിരിക്കാം നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ പ്രധാന ജോലി അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട വ്യക്തികളായിരിക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഇപ്പോ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ചിലപ്പോൾ വല്ലപ്പോഴും വന്ന് വല്ല ഹായ് ബൈ ഒക്കെ അയച്ചു പോകുന്നുണ്ടാവാം. എങ്കിലും മാനസികമായിട്ട് നിങ്ങൾ രണ്ടുപേരും നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറയുന്ന പോലെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിൽക്കുകയാണ്. ഒരടുപ്പവും നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളിലേക്ക് വരാം, അതിനൊരു തടസ്സവുമില്ല. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവറും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട്. അത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് അവർ ഓവർകം ചെയ്യാതെ ഉള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഈ ഒരു അവയർനെസ് കാർഡ് ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് കാർഡ് ആണെങ്കിലും രണ്ടിനകത്തും കുറച്ച് മിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഇവര് ആ ഒരു കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇല്യൂഷനായിട്ട് കാര്യങ്ങൾ വരുത്തി തീർക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഉള്ളതിനെ ഇല്ലാതാക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക, ആ രീതിയിലൊക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ എത്തിയതിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു ധാരണ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇതിനകത്ത് വരാൻ സാധ്യതയില്ല. കാരണം ഒരു മിസ്റ്ററി, ഒരു നിഗൂഢത ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഉണ്ട്. എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് തുറന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രഹസ്യം ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് നമുക്ക് ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. നമ്മൾ ഈ മനസ്സിന്റെ ഉള്ളിൽ ഉള്ള നിഗൂഢതകൾ എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം ഡീപ്പാണ് ഇവരുടെ ഒരു മൈൻഡ്. പെട്ടെന്ന് നമ്മൾ ചോർത്തി എടുക്കാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളയുന്ന ടൈപ്പൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല രഹസ്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എങ്ങനെയാണ് എന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് അറിയാം. വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെയാണ്. അപ്പൊ ചിലപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബോൾഡ്നെസ് ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഇവരുടെ വാക്കിന് അത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ കരുതി കാണും. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ വെറും വാക്ക് പറയുന്ന വ്യക്തിയല്ല, വിശ്വസിക്കാം എന്നൊക്കെയുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളെ ഒന്ന് വീണിട്ടുണ്ടാവുക. പക്ഷെ ഇവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു മെജീഷ്യൻ എനർജി പോലെ അവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഉള്ള ഒരു സൈക്കിൾ അത് തീർച്ചയായിട്ടും അവസാനിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നമുക്കിവിടെ വന്നിരിക്കുന്നത് ആ ഒരു 6 ഓഫ് കപ്സും അതേപോലെ തന്നെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പോഴുള്ളവര് അവരുടെ കരിയറോ ഫിനാൻസോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തും ആയിക്കൊള്ളട്ടെ, അതിന്റെ ഓട്ടപ്പാച്ചിൽ അവരുടെ ഒന്ന് നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതിൽ അങ്ങനെ നിന്ന് പോകാനുള്ള എന്തെങ്കിലും അവരുടെ ലൈഫിൽ വരും, അല്ലെങ്കിൽ അത്രയും ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ അമിത പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് തീർച്ചയായിട്ടും വരും. പക്ഷെ ഈ ഒരു ഇപ്പോൾ ഉള്ള സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആവണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലവരുടെ അത് പെട്ടെന്ന് തന്നെ ആയിരിക്കാം, ചിലവർക്ക് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കാം എന്നുള്ളത് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കാം. പക്ഷെ അതിനുശേഷം ഇവർ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരും, ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് അവർ വരും എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൈക്കിൾ എൻഡ് ആവണം. അതിനൊരു ഇതല്ല എൻ്റെ വഴി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇതിനല്ല ജീവിതത്തിലെ പ്രാധാന്യം എന്നുള്ള തോന്നൽ ഈ ഒരു പേഴ്സണ് വരണം. അപ്പൊ അതിന് സംഭവിക്കാനുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ യൂണിവേഴ്സ് കൊടുക്കണം, എങ്കിലേ അവർക്കത് വരുള്ളൂ. അത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഇവര് നിങ്ങളെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള വർക്ക് എഫേർട്ട് എടുത്ത് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു കാലതാമസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കറിയാം നല്ല പ്ലാനിങ്ങിലാണ് ആള്. നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഇല്ലെന്നല്ല, മനസ്സിന്റെ ഒരു കോണിൽ അവരുണ്ട്, നിങ്ങളുണ്ട്. പക്ഷെ ഇമ്പോർട്ടൻസ് ഇതിനാണെന്നുള്ളത് മാത്രം. അല്ലാണ്ട് ഇപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളെ വെറുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയാ റിവെഞ്ച് സൂക്ഷിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രാധാന്യം തരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു പ്ലാനും പദ്ധതിയൊക്കെ എടുത്ത് മുന്നോട്ട് പോവാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണ്, എനിക്കെല്ലാം കുറെ കെട്ടിപ്പൊക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചായിരിക്കാം ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു ഇടിവ് വരും. അത് വരുമ്പോഴത്തേക്കും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കൂടാതെ കഴിയില്ല എന്നുള്ള ആ ഒരു മിസ്സിങ് ഫീൽ എപ്പോഴും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള ഒരു പേഴ്സന്റെ എനർജീസ് വെച്ചിട്ട് നമുക്കിവിടെ പറയാൻ കഴിയും. അപ്പൊ നിങ്ങൾക്കിവിടെ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇത്രയും ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. ചില റീഡിംഗ് ഒക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് അതുപോലത്തെ ഒരു കാര്യങ്ങൾ മാച്ചായിട്ട് വരാറുണ്ട്. അപ്പൊ ഇവിടെ അത്രയും നന്നായിട്ട് തന്നെ നമുക്കിവിടെ ക്ലൂസ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ സെപ്പറേഷനിലാണെന്നും അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും തരുന്നുണ്ടാവില്ല, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവില്ല. ഇനി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവരത് മുഖവിലക്ക് എടുക്കുന്നുണ്ടാവില്ല, മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ തരിക. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന് പോകാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാവമാറ്റം, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ പെട്ടെന്ന് അവർ ഉൾവലിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയാണോ, പണത്തിന് പുറകെ പോകുന്നുണ്ടോ, അവരുടെ ലൈഫിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഒരുപാട് ക്ലൂസ് ഈ ഒരു റീഡിങ്ങിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സെപ്പറേറ്റ് ക്ലൂ എടുക്കുന്നില്ല, കാരണം അത്രത്തോളം ഇതിനകത്ത് കാര്യങ്ങൾ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സന്റെ ആ ഒരു ഫീലിംഗ്. അവരുടെ പഴയ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അത്രയും സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ 50 ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 110% തോന്നിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കണം. അത്രത്തോളം അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ അത്രയും ഇല്ല. ഒരു ഓവർ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ക്യാരക്ടർ കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇവർ സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ്, ഇവർ ബോൾഡ് ആണ്, അപ്പൊ ഇവരുടെ വാക്കിന് ഒരു വിലയുണ്ടെന്നൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതേപോലെ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിന്റെ ഒരു കോണിൽ നിങ്ങളുണ്ട്. പക്ഷെ
എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് ഇവിടെ ചെയ്തു തീർക്കണം, ഇവർക്കൊരു നിലനിൽപ്പ് വേണം, ആദ്യം അവരുടെ ഒരു കാര്യം അവർക്ക് സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സൈക്കിളിന് ശേഷം മാത്രമേ അവർ നിങ്ങളിപ്പോൾ ആ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയിൽ കിടക്കുകയാണ്, അവിടെ നിന്ന് നിങ്ങൾ ഫസ്റ്റിലേക്ക് പോകണം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലവരുടെ നിങ്ങളുടെ ഒരു സമയം ഓൾറെഡി രണ്ടുപേരുടെ അടുത്തിട്ടുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ അത് സാധ്യമാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഇനിയും ഈ ഒരു പേഴ്സണും നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷമത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ രണ്ട് പേഴ്സൺസിന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ്. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് സെൽഫ് ലവ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളുടെ സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതൊരിക്കലും മറ്റുള്ളവരുടെ കൊണ്ട് കൊടുക്കാതിരിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, ടേക്ക് കെയർ.